74 അധ്യായം സൂറത്ത് മുദ്ദസ്സിറിലെ 1-2 വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. ഹിറാ ഗുഹയിൽ ലഭിച്ച ആദ്യ വഹി വന്നതോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാറിമറിഞ്ഞു. ഇഖ്റ എന്ന ആദ്യ സന്ദേശം അദ്ദേഹത്തെ അടങ്ങാത്ത അത്ഭുതത്തിലും വല്ലാത്ത ഭീതിയിലുമാഴ്ത്തി. വീട്ടിലെത്തി അദ്ദേഹം വിറയലോടെ പറഞ്ഞു, എന്നെ മൂടുക. ഭാര്യ ഖദീജ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി. അള്ളാഹു നിങ്ങളെ ഒരിക്കലും അപമാനിക്കുകയില്ല. ഈ സംഭവത്തിന് ശേഷം വഹി കുറച്ചുകാലം വരാതെയായി. ഈ ഇടവേളയെ ഫത്രത്തുൽ വഹി എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു. ദൌത്യം എന്താണെന്ന് അവ്യക്തമാണെങ്കിലും വലിയ ഉത്തരവാദിത്വം തന്റെ മുന്നിലുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷം ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ അനുഭവം മുൻപത്തെ പോലെ ശക്തമായിരുന്നു. അതിന്റെ പിന്നാലെ അള്ളാഹുവിൽ നിന്ന് വചനങ്ങളിറങ്ങി. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, മൂടിയിരിക്കുന്നവനെ എഴുന്നേറ്റ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. ഇത് വ്യക്തമായ കൽപ്പനയായിരുന്നു. ഇനി അദ്ദേഹത്തിന് വ്യക്തിപരമായ ആത്മീയാനുഭവം മാത്രമല്ല, പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യാനുള്ള ദൌത്യം ആരംഭിക്കുകയായിരുന്നു. വചനങ്ങളിൽ നൽകിയ നിർദ്ദേശങ്ങൾ ഇതാണ് വ്യക്തമാക്കുന്നത്. എഴുന്നേറ്റ് സമൂഹത്തെ സത്യത്തിലേക്ക് വിളിക്കുക. നിന്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുക. പുറവും ഉള്ളും ശുദ്ധമാക്കുക. വിഗ്രഹാരാധനയും ദുഷ്പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുക. ലാഭേച്ഛയില്ലാതെ ദൌത്യം നിർവഹിക്കുക. എതിർപ്പുകൾക്കിടയിലും ക്ഷമയോടെ നിലകൊള്ളുക. അക്കാലത്ത് മക്കയിലെ സാമൂഹിക പശ്ചാത്തലം അദ്ദേഹത്തിന് അതീവ വെല്ലുവിളിയായിരുന്നു. വിഗ്രഹാരാധന, വർഗഭേദം, അനീതി ഇവ ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകുക എന്ന ഉത്തരവ് ലഭിച്ചത് വലിയ ചരിത്രമാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ഈ വചനങ്ങളോടെയാണ് പ്രവാചക ദൌത്യത്തിന്റെ പുതുഘട്ടം ആരംഭിച്ചത്. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഒരു തുടക്കമാണ്.